നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ബഷീർ എന്തുകൊണ്ട് വിവാഹം കഴിച്ചു? ആരെയാണ് വിവാഹം കഴിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്തുകൊണ്ട് സുഹറ അതിന് സമ്മതിച്ചു എന്നറിയാമോ? ആർക്കറിയില്ല. സുഹറ ഏതെങ്കിലും ഒരു പെണ്ണ് രണ്ടാമതൊരു കല്യാണം കഴിക്കുന്ന സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെന്താണ് അതിന് പിന്നിലുള്ള കാരണം? ബഷീർ എന്തായാലും മഷ്റൂമിനോ കെട്ടാൻ വേണ്ടിയിട്ട് സുഹറാത്തിനെ നിർബന്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, നമുക്കറിയില്ല അവരുടെ പേഴ്സണൽ കാര്യം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വേറൊരു പെണ്ണിനെ കെട്ടുന്നത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഒന്നെങ്കിൽ ഞാൻ അയാളെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ അയാളെ ഡിവോഴ്സ് ചെയ്തു പോകും. അങ്ങനെയാണ് എല്ലാ പെണ്ണുങ്ങളും. പക്ഷേ ഇതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ അവർക്ക് വിഷമമായിട്ടുണ്ടാവാം. അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഇന്നത്തെ ഒരു സമൂഹത്തിൽ നടക്കുന്നതാണ്. ഇവരെ കണ്ട് മറ്റുള്ളവരും അങ്ങനെ രണ്ടും മൂന്നും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാലും, പക്ഷെ നിങ്ങളൊന്നും ഓർക്കണം, നാളെ പെൺകുട്ടികളും ഇങ്ങനെ ചിന്തിക്കും, എനിക്കും രണ്ടും മൂന്നും കല്യാണം കഴിക്കണമെന്ന്. പിന്നെ എന്താ പെൺകുട്ടികൾക്ക് മാത്രം ചിന്തിച്ചു അതെന്താ പ്രശ്നം? പെൺകുട്ടികളും ചിന്തിക്കും, എനിക്കും രണ്ടും മൂന്നും കല്യാണം കഴിക്കണം. ആൺകുട്ടികൾ കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ പെൺകുട്ടികളും കഴിക്കണം. അങ്ങനെ ലിവിങ് ടുഗദറൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒരാളെ മാത്രം കല്യാണം കഴിക്കുക. കാരണം ആദ്യം കിട്ടിയ കുട്ടി അവർക്ക് എത്രത്തോളം വേദനയുണ്ടെന്ന് നമുക്ക് പറയാൻ അറിയില്ല. ഓക്കെ, എനിക്ക് ആദ്യമേ പറയാനുള്ളൂ, നിങ്ങൾ എന്ത് കഴിഞ്ഞാലും ഒരു കല്യാണം മാത്രമേ കഴിക്കാവൂ. രണ്ട് കല്യാണം കഴിക്കണമെങ്കിൽ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഭാര്യയെങ്കിൽ നൈസായി ഡിവോഴ്സ് ചെയ്യുക. നമ്മൾ ഒരു പെണ്ണിനെ സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു പെണ്ണിനെ നമുക്ക് ചിന്തിക്കുക പോലുമില്ല. ഈവൻ അവരോട് ഇപ്പം ഞാൻ തന്നെ, എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറൊരു ആൺകുട്ടിയോട് ചാറ്റ്, അതായത് റോങ് ആയിട്ട് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ റോങ് ആയിട്ട് ചാറ്റ് നമുക്ക് തോന്നുക പോലില്ല. അതാണ് യഥാർത്ഥമായ പ്രണയം. നമുക്ക് പിന്നെ അതിനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കല്യാണത്തിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടോ, പക്ഷേ കാരണം വെച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല.